വേഗം ആക്കിക്കോ മോളെ. ഒരു 2 ദിവസം കഴിഞ്ഞാൽ പണിക്ക് പോകാനാണ്. വേഗം മാറ്റിത്താ. ഒഴിഞ്ഞിട്ടാണെങ്കിലും മരുന്ന് തന്നിട്ടാണെങ്കിലും വീട്ടിലിരുന്നൂടാ. 2 ദിവസോ? 2 മാസം വേണം. 2 മാസമല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത്. ഓരോന്ന് വരുത്തി വെച്ചിട്ടോ. ആ ചെക്ക സൈക്കിൾ കൊണ്ടുവന്ന് നമ്മളെ വന്ന് മൂട്ട് കുത്തിക്കൊന്ന് അറിഞ്ഞോ മനുഷ്യ ഇടങ്ങാറൊക്കെ. ഞാൻ 2 ദിവസം കഴിഞ്ഞ പോയപ്പോ ചെറിയൊരു പൊട്ടും തലയ്ക്കൊരിതേ വീട്ടിലിരിക്കാൻ കഴിയൂല. ആ ശീലല്ലേ, അതുകൊണ്ടാണ്. കണ്ട് കണ്ട് മനുഷ്യനൊക്കെ മടുത്തണ്. ഇതില് വേറെ ഒന്നും ഇല്ല. ഇതില് മോളെ ബുക്ക് എടുത്താ. ബുക്ക് എടുക്ക്. ബുക്ക് ഇത് ഇൻട്രസ്റ്റിംഗ്. വേറെ ബുക്കൊന്നുമില്ല വായിക്കേ? വേറെ ബുക്ക്. ഇതൊക്കെ വായിച്ചു വെച്ച പക്ഷെ മടുത്തിന് അങ്ങാറൊക്കെ. പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ചെറിയ വേദന ഉണ്ടെന്നുള്ളൂ. കൈയൊക്കെ ചെറുതായിട്ട് പൊട്ടിയെന്നുള്ളൂ. നല്ല ഭക്ഷണം വെച്ചു. എനിക്ക് മെയിനായിട്ട് പ്രശ്നം വീട്ടിൽ നിന്നിട്ടാ. ഞാൻ സാറൊന്ന് വിളിച്ചാട്ടെ. പണിക്ക് പെട്ടെന്ന് പോകണം. പണിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടൊന്നും പോകാൻ പറ്റൂല. ഇവിടെ വന്ന മനുഷ്യൻ പ്രാന്തിരിച്ചു. ആ സജീവൻ സാറേ, ആ കുഴപ്പമില്ല. ഇപ്പൊ നല്ല മാറ്റമുണ്ട്. അത് ഡോക്ടർ 2 മാസമൊക്കെ വെറുതെ പറയാം. അവരിങ്ങനെ വെറുതെ പറഞ്ഞതല്ല. ഞാനിതാ ഒരു 2-3 ദിവസം കഴിഞ്ഞാണ്ട് വരും. അല്ല, ഞാൻ എന്തായാലും വരും. എനിക്ക് എന്താ പറയാ, ഇവിടെ ഇരുന്നാൽ നടക്കില്ല. നമുക്ക് അവിടെ കുറെ പണി പെൻഡിങ് ഉള്ളല്ല. അതുകൊണ്ട് തീർത്തല്ലേ. ആ പുസ്തകം വായിക്കലും TV കാണലൊക്കെ കണക്കാന്ന്. മൊബൈൽ കണക്കാ. ഞാൻ വിളിക്കാം. ഞാൻ എന്താ 2 ദിവസം കഴിഞ്ഞ് വരിക. ചായ ചായ കുടിച്ചിട്ടുള്ളൂ. ഞാന് ചോറ് ബാഗ് നോക്കി വിശക്കുണ്ട് മനുഷ്യന്. ചായ അടിക്കാമേ. പറഞ്ഞ Go.
ആ സാറേ തീരെ വയ്യ സാറേ. ആ ഇവിടൊക്കെ വേദന ഉണ്ട്, നീരാണെന്ന് തോന്നുന്നുണ്ട്. അനങ്ങാൻ വയ്യ, നടക്കാനും അനങ്ങാനും വയ്യ. ആ 1 മാസം കൂടി റെസ്റ്റ് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 1 മാസം കൂടി റെസ്റ്റ് എടുക്കണം എന്നാണ്. ആ കയ്യാണ് തീരെ അടക്കാൻ വയ്യാത്ത കൈ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ല റെസ്റ്റ്. ഓക്കെ. പയ്യെ 1 മാസം കൂടി ലീവ് എടുക്കേണ്ടി വരുന്ന എനിക്ക് തോന്നണത്. അയ്യോ അയ്യോ അയ്യോ. 2 മാസം എന്നല്ല 3 മാസമായി. ഇപ്പൊ നമുക്ക് സൂക്കേട് അധികം മടി വന്നപ്പോ നീർക്കെട്ട്. നാളെ മുതൽ പണിക്ക് പോയിക്കോണ്ടി ഇവിടുന്ന്. തന്നെ ഡോക്ടർ ചീറ്റൊന്നും പറയില്ല. ഡോക്ടർക്ക് മനസ്സിലാവും അത് അഭിനയാന്നല്ല.